ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്കാ സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട ഈശോ മിശിഹ സ്ഥാപിച്ച കുദാശകളാണ് കുമ്പസാരവും ദിവ്യകാരുണ്യവും. ആവർത്തിച്ച് സ്വീകരിക്കാൻ അനുവാദമുള്ള അഥവാ ആവർത്തിച്ച് സ്വീകരിച്ച് ആത്മാവിൻ്റെ രക്ഷയ്ക്കായി പ്രയോജനപ്പെടുത്തേണ്ട രണ്ട് കുദാശകൾ. പക്ഷേ എന്തുകൊണ്ടോ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഉടനീളം വന്ന ചില നിയമങ്ങളിലൂടെയും ഇളവുകളിലൂടെയും ഈ രണ്ട് കുദാശകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു തുടങ്ങി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നമുക്കുള്ള പ്രാധാന്യം പോയ രീതിയിലാണ് നമ്മൾ പലപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെയും ഇടപെടലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൺലൈനിൽ കുർബാന കാണുന്നല്ലോ, അത് മതി. ഇനി ഓൺലൈനിൽ കുർബാന കണ്ടാൽ ആധ്യാത്മികമായി ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുണ്ടല്ലോ, അത് മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അത് നമുക്ക് അനുവാദം കിട്ടിയിട്ടുള്ള വസ്തുതയാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, അത് നേരിട്ടുള്ള പരിശുദ്ധ ദിവ്യകാരുണ്യം നാവിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അതേ ഫലം ഉളവാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതേ ഫലത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മളിവിടെ നിർബന്ധമായിട്ടും കുർബാന സ്വീകരിക്കണമെന്ന് ഈ കൊറോണ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയല്ല, മറിച്ച് നമുക്ക് സാഹചര്യം ഉണ്ട് എങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നത് വളരെ മോശമാണ്. അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമുക്കിപ്പോൾ സാഹചര്യമുണ്ട്, ദിവ്യകാരുണ്യം സ്വീകരിക്കാനും സാഹചര്യമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോടുകൂടി ദേവാലയത്തിൽ ചെന്ന് കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ച് തിരിച്ചു പോകാൻ ഒരു അവസരമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. ഞായറാഴ്ച മെത്രാൻ വീണ്ടും കുർബാന തുടങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പകരം ഇടദിവസം എന്ന് പറഞ്ഞുള്ള ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് ഞായറാഴ്ച കുർബാന തുടങ്ങുമ്പോൾ പോകാം, അല്ലെങ്കിൽ തിരുനാൾ എന്തെങ്കിലും വരുമ്പോൾ ഒരു കുർബാന പള്ളിയിൽ കിട്ടിയാൽ അനുവാദം ഉണ്ടെങ്കിൽ പോകാം എന്നൊക്കെ ചിന്തിക്കുന്നത് വെറും ചടങ്ങുകളുടെയും ആചാരങ്ങളുടെയും ഭാഗമായി കുർബാനയെ കാണുന്നതുകൊണ്ടാണ്. മറിച്ച് എനിക്കെൻ്റെ ഈശോനാഥനുമായൊരു ബന്ധമുണ്ട്, ഈശോയെ കാണണം, ഈശോയെ സ്വീകരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോൾ കുർബാന കിട്ടിയാലും എവിടെ കുർബാന കിട്ടിയാലും നമ്മളതിൽ പങ്കെടുക്കും. നമുക്ക് ഇതിനകത്തൊരു ഇളവ് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നത്, തീരെ പ്രായം ചെന്നവരും അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർ അല്ലെങ്കിൽ വളരെ കുട്ടികളുള്ള വീടുകൾ, ഈ 3 കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളുള്ള ഭവനങ്ങളിൽ നിന്നും ആരും കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം അതവർ പങ്കെടുത്തിട്ട് പോവുകയാണെങ്കിൽ വീട്ടിലുള്ള ഈ 3 തരം കൂട്ടർ, ഒന്നെങ്കിൽ ഏറ്റവും പ്രായമുള്ളവർ, അല്ലെങ്കിൽ രോഗികൾ, അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് രോഗാണു പകർന്നു നൽകുവാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇപ്പോഴും നമ്മളത് പറയുന്നു, ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള ഭവനങ്ങളിൽ നിന്നും കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ സുരക്ഷ കൂടി മാനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം വേണ്ടെന്ന് വയ്ക്കുന്നത്. പക്ഷെ ഉള്ളറിയുന്ന കർത്താവ് തിരിച്ചറിയുന്നുണ്ട്, നിനക്കൊരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ സുരക്ഷയെ പ്രതി നീ അത് മാറ്റിവെക്കുന്നതാണോ, അതോ നിനക്ക് അവസരം എല്ലാം ഉണ്ടായിട്ടും വേണ്ടെന്ന് വയ്ക്കുന്നതാണോ? വളരെ മുതിർന്നവർ മാത്രമുള്ള, അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ, അല്ലെങ്കിൽ രോഗികളല്ലാത്തവരും, നല്ല ആരോഗ്യമുള്ളവരും, ഒരുപാട് പ്രായം ചെല്ലാത്തവരും, കൊച്ചു കുഞ്ഞുങ്ങൾ ഒന്നും ഇല്ലാത്ത വീടുകൾ ഒരുപാടുണ്ട് നമുക്ക്. പക്ഷേ ആ വീടുകളിൽ നിന്നും ഇപ്പോഴും ആരും കുർബാനയിൽ പങ്കെടുക്കുന്നതോ കുർബാന സ്വീകരിക്കുന്നതോ കാണാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരൊരു അവസരം ചോദിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി മാസത്തിൽ ഒരു കുർബാനയെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന് സ്നേഹത്തോടു കൂടി ചോദിക്കുന്നത് കാണുന്നില്ല. ഈശോയോടുള്ള സ്നേഹം എവിടെ പോയി? ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി എവിടെ പോയി? വൈദികരത് പറയുമ്പോഴത്തേക്ക് ചില വിമർശകർ പറയുന്നതാണ്, അവരിങ്ങനെ അവിടെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കും, കാരണം കുർബാനയിൽ പങ്കെടുക്കാൻ ആളുകൾ ചെന്നില്ലെങ്കിൽ അവരുടെ കാര്യം അവതാളത്തിലായി. ഞങ്ങളുടെ കാര്യം അവതാളത്തിലാകുന്നതിനെ ചിന്തിച്ചിട്ടല്ല ഇത് പങ്കുവയ്ക്കുന്നത്, മറിച്ച് കുർബാനയോടുള്ള സ്നേഹം കുറഞ്ഞു പോകരുത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് കുമ്പസാരം എന്ന കുദാശയ്ക്ക് പകരം ഒരു കുദാശയില്ല, പകരം ഒരു വഴിയില്ല. നമ്മൾ പൊതുവായ പാപമോചനം എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധവാരത്തിലൊക്കെ നമ്മൾ സ്വീകരിച്ചൊരു കാര്യമാണ്. കുമ്പസാരിക്കാൻ സാഹചര്യം ഇല്ലാതിരുന്ന സമയത്ത്, അതുപോലെ തന്നെ മനസ്സാപ്രകടനം ചൊല്ലിയിട്ട് കുർബാന സ്വീകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു താൽക്കാലികമായി ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു കാര്യം ചെയ്യുന്നു എന്ന് മാത്രം. അവിടെ കൃത്യമായൊരു നിബന്ധനയുണ്ട്. എപ്പോഴാണോ നിനക്ക് ഒരു സന്ദർഭം
ഒത്തു കിട്ടുന്നത്, കുമ്പസാരിക്കാനായിട്ട് ഏറ്റവും അടുത്തൊരു സന്ദർഭം ഉചിതമായി കിട്ടുന്നത്, അപ്പോൾ തന്നെ നീ കുമ്പസാരിച്ച് ഈ പാപങ്ങളെല്ലാം കഴുകിക്കളയണം എന്ന നിബന്ധന പ്രകാരമാണ് ആ പാപമോചനങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുമ്പസാരത്തിന് പകരമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നും ഈ ദേവാലയങ്ങൾ തുറന്ന് കുർബാന അർപ്പിക്കുന്ന സമയത്ത് പലരും കുർബാനയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ കുർബാനയ്ക്ക് വരുന്നവർ തന്നെ കുർബാന സ്വീകരിക്കാതിരിക്കുന്നതായിട്ടുള്ള കുറേ പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് കാര്യമെന്ന് വരുമ്പോൾ കുമ്പസാരിച്ചില്ല. കുമ്പസാരിച്ചൂടെ? അപ്പോൾ കുമ്പസാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഇടവകയിൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റയ്ക്ക് വന്ന് ആ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങോടുകൂടി പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ മേട വെച്ചോ അകലം പാലിച്ച് ഇരുന്ന്, ഒരുപക്ഷെ ഞാൻ അവർക്കുള്ള സൗകര്യപ്രകാരം മേടയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന കസേരയും ഒരു വീതിയുള്ള മേശയ്ക്ക് അപ്പുറം കസേര ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുന്നിട്ട് പാവങ്ങൾ പറയാനായിട്ട് ആവശ്യപ്പെടും. അത് മുട്ടുകുത്തി അടുത്ത് വന്ന് നിന്ന് കുമ്പസാരിക്കണം നിർബന്ധമില്ല. മറ്റൊരാൾ പുറത്ത് കാത്തിരിക്കുന്നു, ഇയാൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ മാത്രം അടുത്ത ആൾ കയറുന്നു. അപ്പോൾ ആ ഡിസ്റ്റൻസിങ്ങോടുകൂടി അല്ലെങ്കിൽ സേഫ് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക് കുമ്പസാരം കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ കുമ്പസാരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുമ്പസാരം കൊടുക്കുന്ന ഒരുപാട് വൈദികരുമുണ്ട്. ചില സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് കുമ്പസാരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, കുമ്പസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ന് അവരൊരിക്കലും പറയത്തില്ല. അവർ പറയുന്നതാണ്, ഞാൻ കുമ്പസാരം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് കാരണക്കാരായി ചില നേരങ്ങളെങ്കിലും ചില ഇടവകളിലെങ്കിലും ചില സന്യാസ ആശ്രമങ്ങളിൽ പോലും കുമ്പസാരം കൊടുക്കത്തില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന വൈദികരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതും തെറ്റ് തന്നെയാണ്. ഒരു വൈദികനായിരിക്കെ ആത്മവിമർശനം പോലെ തന്നെ ഞാൻ പറയുകയാണ്, സ്വന്തം ശരീരം, സ്വന്തം സുരക്ഷ, ആരോഗ്യം, ഇതിനല്ല ഒരു വൈദികൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഈ ഒരു രോഗം ഭയന്നിട്ട് എനിക്ക് ഈ രോഗം പിടിപെടും എന്ന് കരുതിയിട്ട് കുമ്പസാരം കൊടുക്കാതിരിക്കുക, ദിവ്യബലി അർപ്പിക്കാതിരിക്കുക, ദിവ്യകാരുണ്യം കൊടുക്കാതിരിക്കുക, മരിച്ചവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് ആ മൃതശരീരം എടുത്തുകൊണ്ട് വരാനായിട്ടുള്ള പ്രാർത്ഥന ചൊല്ലാൻ പോവാതിരിക്കുക, അല്ലെങ്കിൽ കൊറോണ മൂലമൊന്നും അല്ലാതെ മരണപ്പെട്ടൊരു വ്യക്തിയെ പോലും പള്ളിക്കകത്ത് കയറ്റി കർമ്മങ്ങൾ ചെയ്യാതെ അടക്കാനായി ശ്രമിക്കുക, ഇങ്ങനെ ചെയ്യുന്ന വൈദികരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് വിശ്വാസമാണ് വൈദികരുടെ ജീവിതത്തിലുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഒരു പുണ്യാളനൊന്നുമല്ല, ഞാനൊരു വളരെ പെർഫെക്റ്റായ ഒരു വൈദികനുമല്ല, എനിക്ക് ബലഹീനതകളുണ്ട്, ഞാനൊരു പാപിയാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ശരീരം, എൻ്റെ ജീവിതം, അതിനേക്കാൾ പ്രധാനമാണ് എന്നെ ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം. അത് ചെയ്യാനായിട്ട് നമുക്ക് മടിയുണ്ടാവരുത്. അപ്പോൾ ഒരു പാപി വന്ന് നമുക്കറിഞ്ഞുകൂടാ, കുമ്പസാരിക്കുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ ആ പാപി പറയാൻ പോകുന്ന അല്ലെങ്കിൽ ആ വ്യക്തി പറയാൻ പോകുന്ന പാപത്തിൻ്റെ ഗൗരവം, അതിൻ്റെ പഴക്കം, അതിന് ആത്മാവിലുള്ള പ്രാധാന്യം, ആത്മീയ ജീവിതത്തിലുള്ള പ്രാധാന്യം, ഇതൊക്കെ ആ കുമ്പസാരം കേൾക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അത് കേൾക്കാൻ നിൽക്കാതെ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയോട് കുമ്പസാരം തരത്തില്ല, ഇത് കോവിഡ് കാലമാണ്, ഇത് കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചാൽ മതി, പാപ്പ പോലും അതാണല്ലോ പറയുന്നത്, മെത്രാൻ അതാണല്ലോ പറയുന്നത് എന്ന് പറയാൻ ഒരു വൈദികനും അവകാശമില്ല. ഒരു വിശ്വാസിയെയും കുമ്പസാരം കൊടുക്കാതെ തിരിച്ചു പറഞ്ഞു വിടാനായിട്ട് ഒരു വൈദികനും അവകാശമില്ല. അയാൾ സ്വീകരിച്ചു വച്ചിരിക്കുന്ന തിരുപ്പട്ടത്തിന് വിരുദ്ധമാണത്. അയാൾ സ്വീകരിച്ചു വച്ചിരിക്കുന്ന അഭിമാനത്തോടു കൂടി സ്വീകരിച്ചു വച്ചിരിക്കുന്ന തിരുപ്പട്ടത്തിന് വിരുദ്ധമാണത്. പാപം മോചിക്കുക എന്ന് പറയപ്പെടുന്ന കൂദാശയാണ് പരമപ്രധാനം, ആ ദൈവം നൽകിയിരിക്കുന്ന വലിയ നിയോഗം. അങ്ങനെ പാപം മോചിക്കാനുള്ള കൂദാശ പരികർമ്മം ചെയ്തിട്ട് അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കുർബാന പങ്കുവയ്ക്കുക എന്നുള്ളത്, ദിവ്യകാരുണ്യം പങ്കുവയ്ക്കുക എന്നുള്ളത്. അപ്പോൾ പാപം മോചിക്കാനായിട്ട് മനസ്സില്ലാത്ത, ധൈര്യമില്ലാത്ത, ഇനി ചിലർ വേണമെങ്കിൽ പറയാൻ സാധ്യതയുള്ളൊരു കാര്യം ഇതാണ്, അത് അച്ഛൻ പറയുന്ന കണക്കല്ല, ഞാൻ ഈ കുമ്പസാരം കൊടുക്കുമ്പോൾ എൻ്റെ ആരോഗ്യത്തെ ഭയന്നിട്ടല്ല, എനിക്ക് രോഗം വരുമെന്ന് പേടിച്ചിട്ടല്ല, എനിക്ക് ഈ രോഗം ഉണ്ടായാൽ അടുത്ത ആൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ അയാൾക്കും രോഗം പകരത്തില്ലേ? വിവരവും വിദ്യാഭ്യാസവും വായനയും ഒക്കെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു രോഗി കടന്നു വരികയാണ്, ഇനി ഒരു കോവിഡ് രോഗിക്ക് കുമ്പസാരം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കത്തില്ലേ? കൊടുക്കാൻ പാടില്ലേ? കൊടുക്കണം. ആ വ്യക്തി വരുമ്പോൾ അയാൾ മാസ്ക് ധരിച്ചിട്ടുണ്ടാവും, കൃത്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിച്ച്, ഞാനും വൈദികനും മാസ്ക് ധരിച്ച് അകലം പാലിച്ചിരുന്നു കൊണ്ട് കൂദാശ പരികർമ്മം ചെയ്യുക, കുമ്പസാരം കൊടുക്കുക. എല്ലാവർക്കും വേണ്ടിയല്ല ഇത് പറയുന്നത്. കുറച്ചധികം പേര് കുമ്പസാരം കൊടുക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ ആ ശുശ്രൂഷ ഇപ്പോഴും പരികർമ്മം ചെയ്തു പോകുന്നവരുണ്ട്, അവരെക്കുറിച്ചല്ല. പക്ഷേ
കുമ്പസാരം നിഷേധിക്കുന്ന വൈദികർ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട്. അത് പാടില്ല എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ആരോട് പറയും എന്നുള്ള ഒരു വേദനയുണ്ട്. ചില അൽമായ സഹോദരങ്ങളെയും പറഞ്ഞു, അച്ഛൻ തിരുത്താൻ ഞാൻ ആളല്ല, ഞാനൊരു പ്രവാചകനോ ഒരു പുണ്യാളനോ ഒന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്യുന്നു എന്നെനിക്ക് ഉറപ്പുള്ളൊരു കാര്യം മറ്റൊരാൾ ചെയ്യാനായിട്ട് എനിക്ക് ആവശ്യപ്പെടാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ എളിമയോടും വിനയത്തോടും കൂടി തന്നെ ഞാൻ അപേക്ഷിക്കുന്നു. ഒരു വൈദികരും കുമ്പസാരം നിഷേധിക്കാൻ പാടില്ല. കുമ്പസാരം നിഷേധിക്കരുത്. ആര് കുമ്പസാരിക്കാൻ വന്നാലും കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ച് എനിക്കോ ഞാൻ പിന്നെ കുമ്പസാരി കൊടുക്കുന്ന വ്യക്തിക്കോ രോഗം പകരാത്ത രീതിയിൽ എല്ലാ ശ്രദ്ധയോടും കൂടി കുമ്പസാരം കൊടുക്കുക തന്നെ ചെയ്യുക. ദിവ്യകാരുണ്യം കൊടുക്കുക. രോഗിലേപനം ചോദിച്ചാൽ ആ വീടുകളിൽ പോയി രോഗിലേപനം കൊടുക്കാനായിട്ട് ശ്രദ്ധയോടുകൂടി സുരക്ഷിതത്വ ബോധത്തോടു കൂടി പോയി കുദാശ പരിക്രമം ചെയ്യുക. വളരെ വേദന തോന്നുന്നൊരു വസ്തുതയാണ്. ചില വ്യക്തികളൊക്കെ വന്ന് കുമ്പസാരിക്കാത്തതിൻ്റെ ഡെയിലി കുർബാനയ്ക്ക് വരികയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും എന്നാൽ കുർബാന സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, എന്താ കുർബാന സ്വീകരിക്കാത്തത്? അത് ആ ബലിയിൽ പങ്കെടുത്തിട്ട് അതിൻ്റെ വിരുന്ന് സ്വീകരിക്കാതെ പോകുന്നു, കർത്താവിനെ സ്വീകരിക്കാതെ പോകുന്നത് എന്താ? കുമ്പസാരം കിട്ടാത്തതുകൊണ്ടാണ്. എൻ്റെ ഇടവകത്തിൽ എന്നോട് ഞാൻ പറയും, എന്നോട് കുമ്പസാരിച്ചൂടെ? ചിലർക്ക് വികാരിയച്ഛനോട് കുമ്പസാരിക്കാനുള്ള മടി. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. വികാരിയച്ഛനോടും കുമ്പസാരിക്കുക. വികാരിയച്ഛനോട് വന്ന് പാപം ഏറ്റുപറയെന്ന് പറഞ്ഞ് അത് ആ കണ്ണോടുകൂടിയൊന്നും ആരും കാണാൻ പോകുന്നില്ല. അയാളെ കർത്താവിൻ്റെ കണ്ണോടുകൂടി മാത്രമേ ഒരു വൈദികൻ കാണുകയുള്ളൂ. അങ്ങനെ അതേ സാധിക്കത്തുള്ളൂ. അതിനെതിരായിട്ടുള്ള ദുഷ്പ്രചരണങ്ങളും ഒറ്റപ്പെട്ട ചില തിന്മകളുമൊക്കെ നമുക്ക് ശ്രദ്ധയിൽ നിന്ന് വിട്ടുകളയാം. അതല്ല കുമ്പസാരമെന്ന് കുദാശ. കുമ്പസാരമെന്ന് കുദാശയിലൊരു കർത്താവിൻ്റെ കണ്ണോടുകൂടി തന്നെ മാത്രമേ പാപിയെ ഏതൊരു വൈദികനും കാണാൻ സാധിക്കത്തുള്ളൂ. കർത്താവിൻ്റെ ഹൃദയത്തോടു കൂടി കൊണ്ട് തന്നെ അതുകൊണ്ട് എല്ലാ വ്യക്തികളും ചോദിച്ചു വരുന്ന വ്യക്തികളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ദിവ്യബലിയിൽ ആളുകൾ പങ്കെടുക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി സമയം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വൈദികരുണ്ട് ചില ഇടവുകളിൽ. ഒരു ദിവസം ഒരു സമയം പറയും, അടുത്ത ദിവസം വേറൊരു സമയത്ത് കുർബാന അർപ്പിക്കും. ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് കുർബാനയിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നവർ. എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അതിന് സുരക്ഷയാണ് കാരണമായിട്ട് പറയുന്നത്. ഒന്നുമല്ല. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൽ ആശ്രയം അർപ്പിക്കുന്നവന് ഈ രോഗത്തെ അതിജീവിക്കാണ്ട് സാധിക്കും. ഇനി ഈ രോഗത്തെ അതിജീവിക്കാൻ പറ്റുന്നില്ല, കർത്താവ് മനസ്സാകുന്നു, അതിൻ്റെ സഹനങ്ങളിലൂടെ കടന്നുപോയി ഞാനും ആ രോഗം പിടിപെട്ട് മരിക്കേണ്ടവനാണെങ്കിൽ മരിക്കട്ടെ. പക്ഷേ എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവന് കർത്താവിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ കാണിക്കുന്ന പരിഗണന, അതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിൻ്റെ ഒരു കുമ്പസാരം നിഷേധിക്കാതിരിക്കാൻ എന്നത് വൈദികൻ്റെയും കുമ്പസാരിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കുക എന്നത് വിശ്വാസിയുടെയും ആവശ്യമാണ്. ഇനി കുമ്പസാരം കൊടുക്കാനായിട്ട് വൈദികർ തയ്യാറായിട്ട് ഒരുപാട് പേരുണ്ട്. കുമ്പസാരിക്കാൻ താല്പര്യമില്ല വിശ്വാസികൾക്ക് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇതൊരു തരമായി കാണുന്നു, ഇതൊരു അവസരമായി ഇത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത് ഉപയോഗിച്ച് ഇതിപ്പം കോവിഡ് കാലമല്ലേ, കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. ഏത് കാലമാണെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയും അതിനെക്കുറിച്ചുള്ള ബോധ്യവും അതിൻ്റെ വിശുദ്ധീകരണത്തിലുള്ള ആഗ്രഹവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് കുമ്പസാരവും കുർബാനയുടെയും പ്രാധാന്യം കെട്ടുപോകാതെ കുറഞ്ഞു പോകാതെ സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ കുമ്പസാരം സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുള്ള വ്യക്തികളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ, കുമ്പസാരം കൊടുക്കുന്ന ഒരുപാട് വൈദികരുണ്ട്, അവരേക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അവിടെ വന്ന് കുമ്പസാരം തരാനും സന്തോഷമേ ഉള്ളൂ. കാരണം ഈ ഒരു കാലം പൈശാചികമായ ഒരു ആക്രമണത്തിൻ്റെ കാലമാണ്. അതിന് നമ്മുടെ കൂദാശകൾ കൈവെടിഞ്ഞിട്ട് അതിനോട് ചേർന്ന് നിൽക്കരുത്. പിശാചിങ്ങനെ ആക്രമിക്കുന്ന പല വഴിക്ക് നമ്മുടെ കുദാശകൾ കൈവെടിഞ്ഞിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അടിയറവ് പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. കുദാശം കൊണ്ട് നമുക്ക് പോരാടാം. നമ്മുടെ ബലഹീനമായ ജീവിതത്തെ കർത്താവിന് സുരക്ഷിതമായി സമർപ്പിക്കണമെങ്കിൽ അതുമാത്രമേ ഉള്ളൂ വഴി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.